ഞാൻ 8 പേർ പറ്റതാണ്. അന്നൊക്കെ നിറവരമായിട്ട് കക്കവാരം പോവായിരുന്നു. പണിയെടുത്ത് കിടന്നാലേ ഈ പേരൊക്കെ പുട്ടുപോലെ ഇങ്ങ് പോരും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പണിയെടുക്കണ്ടല്ല, മുറ്റൊടിക്കൂല, വെള്ളം കോരൂല, അടപ്പി തീയൂതണ്ട, എന്നിട്ട് സുഖപ്രസവവും വേണം. പൊതുവെ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, നന്നായി ദേഹം അനങ്ങി പണിയെടുത്താൽ ഇപ്പോൾ ഒരു മുറ്റടിച്ചാൽ വെള്ളം കോരിയാൽ നോർമൽ ഡെലിവറി ഉണ്ടാവുമെന്ന്. എക്സസൈസസ് പ്രഗ്നൻസിയിൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പറയാറ്. അത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഓൾറെഡി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ത്രൂ ഔട്ട് പ്രഗ്നൻസി അതേ രീതിയിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആയാലും കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം. ഇനി എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ പറഞ്ഞാൽ ഒരു 3-ാം മാസത്തിന് ശേഷം ഒരു മൈൽഡ് ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സ് ചെയ്യാവുന്നതാണ്. നടത്തം, അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സ്, അത് നിങ്ങളുടെ ഒബ്സ്റ്റട്രീഷ്യനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവർ പറഞ്ഞിരുന്നതാണ്. ആ രീതിയിലുള്ള വർക്കൗട്ട്സ് കണ്ടിന്യൂ ചെയ്യുക. നോർമൽ ഡെലിവറി ആവുമോ എന്നുള്ളത് ആ സമയത്ത് പ്രസവവേദന വന്നതിന് ശേഷമുള്ള സമയത്തും ഉള്ള ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിന് ഇറങ്ങി വരാൻ പെൽവിസിൽ സ്ഥലമുണ്ടോ എന്നുള്ളതും, അതുകൂടാതെ നോർമൽ യൂട്രൈൻ കോൺട്രാക്ഷൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും, പിന്നെ കുഞ്ഞിൻ്റെ പൊസിഷൻ, ഇപ്പോൾ മാൽ പ്രസൻറ്റേഷൻ ആണോ, കുഞ്ഞിൻ്റെ തലയാണോ താഴെ, തല ആണ് താഴെയെങ്കിൽ അത് നോർമലായിട്ട് ഫ്ലെക്സ്ഡ് ആയിട്ടാണോ ഇരിക്കണേ, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സാണ് നമ്മൾക്ക് നോർമൽ ഡെലിവറി ആവുമോ, അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റിന് എന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എമർജൻസി ആയിട്ട് സിസേറിയനും കയറ്റേണ്ടി വന്നേക്കാം. അപ്പോൾ എക്സസൈസ് ചെയ്യണോണ്ട് നോർമൽ ഡെലിവറി ആവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല.